വിഷയത്തിൽ RSS ശരി. നമ്മൾ വിഷയങ്ങളെ രാഷ്ട്രീയത്തിന് അതീതമായി കാണണം. സത്യവും ശരിയും രാഷ്ട്രീയത്തിന് അതീതമാണ്. കോൺഗ്രസ്, CPM, RSS, മുസ്ലിം ലീഗ്, ആം ആദ്മി പാർട്ടി ആര് സത്യം പറഞ്ഞാലും ആര് ശരി പറഞ്ഞാലും അത് അംഗീകരിക്കുകയും വേണം. കടുത്ത ഇടതുപക്ഷത്തോട് എതിർപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അവരോട് യുദ്ധം ചെയ്ത് നിൽക്കുന്നതാണ്. പക്ഷെ ഗോവിന്ദൻ മാഷ് ഒരു വിഷയം ശരിയായി പറഞ്ഞപ്പോൾ അതാണ് ശരി എന്ന് സൂചിപ്പിക്കുകയും അതേപോലെ RSS ആണ് ഈ വിഷയത്തിൽ ശരി പറയുന്നത് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുക. ഭഗവാൻ കൃഷ്ണന്റെ ചിക്കന്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ഫോട്ടോ കാണുകയുണ്ടായി. ഒരു ഹിന്ദു എന്ന നിലയിൽ, നോൺ വെജിറ്റേറിയൻ കഴിക്കാത്തൊരു വ്യക്തി എന്ന നിലയിൽ, ഞാൻ വെജിറ്റേറിയൻ ആണ്, ഇനി നോൺ വെജിറ്റേറിയൻ ആരെങ്കിലും കഴിച്ചാൽ നമുക്ക് പ്രശ്നവുമില്ല. പക്ഷേ ശ്രീകൃഷ്ണൻ നോൺ വെജിറ്റേറിയൻ ആയിരുന്നു എന്നതിന് യാതൊരു രേഖയും തെളിവുമില്ല. കൾച്ചറലി ശ്രീകൃഷ്ണൻ വെജിറ്റേറിയൻ ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ശ്രീരാമന്റെ കാര്യത്തിൽ രണ്ട് വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വെജിറ്റേറിയൻ ആയിരുന്നു എന്ന് ശക്തമായിട്ട് വാദിക്കുന്നവരുണ്ട്. ധ്രുവറാത്തിയെ പോലെ അദ്ദേഹം ചില സമയങ്ങളിൽ നോൺ വെജ് കഴിച്ചിരുന്നു എന്ന് വാദിക്കുന്നവരുമുണ്ട്. പക്ഷേ ശ്രീകൃഷ്ണന്റെ കാര്യത്തിൽ ഓവർവെൽമിങ് ഗോപാലനായ അല്ലെങ്കിൽ പശു സംരക്ഷകനായ മൃഗങ്ങളെയും പക്ഷി മൃഗാദികളെയും എല്ലാം എന്താ പറയണേ അവരുടെയും കൂടി ഇഷ്ട തോഴനായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചില്ല എന്ന് തന്നെയാണ് നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ, പുരാണത്തിൽ, ഐതിഹ്യങ്ങളിൽ, ഇതിഹാസങ്ങളിൽ, സംസ്കാരത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ മെഹർ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരന്റെ കട, അവർ ശ്രീകൃഷ്ണൻ കുഴിമന്തി അല്ലെങ്കിൽ ചിക്കൻ ഒക്കെ ഫ്രണ്ടിൽ നിൽക്കുന്ന, ഞാൻ ആ ഫോട്ടോ പോലും മറച്ചുകൊണ്ട് അതാണ് ഇത് കൊടുത്തത്, ഒരു വിഷുവിന് വിഷ് ചെയ്തിരുന്നു. ആ വിഷ് ചെയ്ത് അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് അത് സ്വീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. എന്നാൽ വിഷ് ചെയ്യുമ്പോൾ നമ്മൾ കൾച്ചറലി സെൻസിറ്റീവ് ആകണം, കുറെ കൂടെ കോണ്ടെക്സ്റ്റുകൾ മനസ്സിലാക്കണം. നമ്മളെല്ലാം പരസ്പരം നമ്മുടെ ക്രിസ്മസിനും നമ്മുടെ ഓണത്തിനും അല്ലെങ്കിൽ നബിദിനത്തിനും എന്താ പറയുക വേറെ എല്ലാ ബുദ്ധ പൗർണമിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യണം. ആ വിഷ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെ മഹത്തരമായ പൈതൃകമാണ്, മനുഷ്യ നന്മയാണ്. എന്നാൽ ചെയ്യുമ്പോൾ അത് കൾച്ചറലി എല്ലാവർക്കും യോജിക്കുന്ന രീതിയിലായിരിക്കണം. ഉദാഹരണം, ഞാൻ പണ്ട് സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക് യേശു ദേവൻ എന്നാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ പിതാവ് ഒരിക്കൽ എനിക്ക് പറഞ്ഞു തന്നു, മോനെ യേശു ദേവൻ എന്ന് പറയരുത്, യേശു ക്രിസ്തു എന്ന് പറയണമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ വളരെ ബഹുമാനത്തോടെ പറയുന്നതല്ലേ, ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ഒക്കെ മഹാത്മാഗാന്ധിക്ക് ഉണ്ടെന്ന് കവിത നമ്മൾ പഠിപ്പിച്ചിരുന്നില്ലേ. അപ്പൊ അവർ പറഞ്ഞു ദേവൻ എന്ന വാക്ക് നമ്മൾ ആ അർത്ഥത്തിലല്ല കാണുന്നത്, ഞങ്ങൾക്ക് ദൈവപുത്രനാണ്, അതുകൊണ്ട് ദൈവപുത്രനെ അഡ്രസ് ചെയ്യണം, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന് അഡ്രസ് ചെയ്യണം. അതിനുശേഷം ഞാൻ പറഞ്ഞു പിതാവെ തെറ്റിപ്പോയി, എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ അതിനുശേഷം യേശു ക്രിസ്തുവിനെ അത് അഡ്രസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ അതിനുശേഷം പീസ് ബി അപ്പോൺ ഹിം അല്ലെങ്കിൽ SAW എന്ന് എഴുതാറുണ്ട്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെയാണ് അതിനർത്ഥം. അപ്പോൾ നമ്മൾ ആ രീതി പറയാം. ശ്രീരാമനെ അഡ്രസ് ചെയ്യുമ്പം ശ്രീരാമെന്നോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനോ അല്ലെങ്കിൽ വേറെ എന്താ അയ്യപ്പനെ അല്ലെങ്കിൽ എന്താ ഞങ്ങളൊക്കെ ഹരിഹര സുധൻ ആനന്ദ ചിത്തൻ അയ്യനയ്യപ്പ സ്വാമി, ഇത് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ഭാഷയിൽ പറയുമ്പോൾ അതിനൊരു ബഹുമാനം, റെസ്പെക്ട്, അല്ലെങ്കിൽ അതാത് വിശ്വാസികൾ എന്ത് ഇഷ്ടപ്പെടുന്നുവോ ആദരിക്കുന്നുവോ ആ രീതിയിൽ പറയണം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അതുകൊണ്ട് നാളെ നമ്മുടെ മെഹറിലെ സുഹൃത്തൊക്കെ, അദ്ദേഹത്തിനെതിരെ കേസും പോലീസ് അറസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ പുള്ളി മനഃപൂർവ്വം ദുരുദ്ദേശത്തോടു കൂടി ചെയ്തൊന്നുമല്ല. ഇനി RSSലെ സുഹൃത്തുക്കൾ ഓർക്കേണ്ടത് ഇതിന്റെ പിന്നിൽ അതിഭീകരമായ ഗൂഢാലോചനയുണ്ട് എന്നൊന്നും പറഞ്ഞ് ഇറങ്ങണ്ട. അവർ വിഷു ആയിരുന്നപ്പോൾ എല്ലാവർക്കും കൂടെ വിഷയമല്ല എന്ന് പറഞ്ഞ് ഒരു ക്രിയേറ്റീവ് ചെയ്തു. ആ ക്രിയേറ്റീവ് ശരിയായില്ല, അവരതിന് മാപ്പ് പറയുകയും ചെയ്തു. നമുക്ക് ആ മാപ്പും കൂടെ കാണാം. അതിനു മുമ്പ് RSSന്റെ ഈ വിഷയത്തിലെ നിലപാട് നമ്മുടെ ഓർഗനൈസർ അടക്കമുള്ള RSSന്റെ പ്രസിദ്ധീകരണങ്ങളിൽ കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഓർഗനൈസറിലെ ലേഖനം കൂടെ വായിക്കാം. RSSന്റെ മൗത്ത് പീസ് ആണ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഓർഗനൈസറും കൂടി കൃത്യമായി തന്നെ അവരൊരു നിലപാടെടുത്തുകൊണ്ട് ആ കാര്യം പറയുകയുണ്ടായി. അത് നമ്മൾ എന്താ പറയുക, നമ്മൾ യോജിച്ചാൽ മതി. നമുക്ക് യോജിച്ചൂടെ ഒരു വിഷയത്തിൽ, അതായത് വിഷയാധിഷ്ഠിതമായി നമ്മൾ വിഷയങ്ങളെ കാണുകയും ശരികളുണ്ടെങ്കിൽ, ഞാൻ ഓർഗനൈസറിലെ ലേഖനം തന്നെ എടുക്കാം. ഓർഗനൈസറിലെ ലേഖനം നോക്കട്ടെ. അവിടെയാണ് നമുക്ക് കാര്യങ്ങളെ അതിൻ്റെതായ കോണ്ടെക്സ്റ്റിലും അർത്ഥത്തിലും നമുക്ക് കാണാൻ കഴിയണം എന്ന് പറയുന്നത്. ഓർഗനൈസറിലും ആ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ചിത്രം കൊടുക്കുന്നില്ല. കാര്യം ഇനി അത് പറഞ്ഞപ്പോഴാണ് എന്നെ ഒരാൾ വിളിച്ചിരുന്നു കേട്ടോ. എന്നെ ഒരു നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള രമ എന്ന് പറഞ്ഞ സഹോദരി വിളിച്ചിരുന്നു. രമ മാഡത്തിന് അതിശക്തമായി ഈ വിഷയം കണ്ടപ്പോൾ വേദനയും വിഷമവും തോന്നി. ഞാൻ മാഡത്തെയും കൂടെ കൊടുക്കുകയാണ്. ഞാൻ മാഡത്തോട് സംസാരിക്കുന്നു. ബോധപൂർവം അപമാനിക്കാനേ ചെയ്താകാനുള്ള സാധ്യത കുറവല്ലേ? അവര് വിഷുവായി ശ്രീകൃഷ്ണനെ എല്ലാരും റെപ്രസെന്റ് ചെയ്യുന്നു. അവരെടുത്തു. അവര് ഇൻസെൻസിറ്റീവ് ആയിരുന്നു, തെറ്റായിരുന്നു എന്ന് ആർക്കും സംശയമില്ല. ഒരു ഗൂഢാലോചനയൊന്നും അല്ലല്ലോ ഇത്. അല്ല രാഹുൽ,
ഒരു ദൈവത്തിനെ വെച്ച് ഞങ്ങളൊരു പരസ്യം ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു പരസ്യം പറഞ്ഞാൽ അത് ഇൻസൾട്ട് അല്ലേ? അതാ പറഞ്ഞത്, ആ മന്തിക്ക് പകരം ഫ്രണ്ടില് പായസം ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നല്ലോ. പ്രശ്നമില്ല അവർ ചെയ്തോട്ടെ. അപ്പം ശ്രീകൃഷ്ണനെ വെച്ചതല്ല പ്രശ്നം. ശ്രീകൃഷ്ണനെ ഒരു നോൺ വെജിറ്റേറിയൻ ഫുഡിന് ഫ്രണ്ടിൽ വെച്ചതാണ് നമുക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷെ ശ്രീകൃഷ്ണൻ നോൺ വെജിറ്റേറിയൻ കഴിക്കുമെന്ന് നമുക്ക് അറിയില്ല. വിഷു പോലുള്ള ഒക്കേഷനിൽ നമ്മൾ യൂഷ്വലി വെജിറ്റേറിയൻ, ഞാൻ വെജിറ്റേറിയൻ ആണ്, അല്ലെങ്കിൽ വെജിറ്റേറിയനാണ് കഴിക്കുന്നത്. അപ്പൊ അങ്ങനെ വെച്ചത് ശരിയായില്ല, ഇൻസെൻസിറ്റീവ് ആണ്. അവര് പിൻവലിക്കണം, മാപ്പ് പറയണം. ഇതല്ലേ നമ്മുടെ നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നു. മാഡം ദയവായിട്ട് മാഡത്തെ വിളിപ്പിച്ചത്. ഞാൻ മാഡത്തിനെ കൂടെ ചെയ്യാം. ഞാൻ ഇപ്പൊ ആ വീഡിയോ ചെയ്യാൻ വീട്ടിൽ എത്തി ലൈറ്റ് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. വിഷമമുണ്ടെന്ന് പറഞ്ഞു രമ മാഡം ആണ്. രമ മാഡം യഥാർത്ഥത്തിൽ ഞാൻ ഈ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യാനിരിക്കുമ്പോഴാണ് വിളിച്ചത്. ഈ ആർട്ടിക്കിൾ എഴുതിയ വിഷ്ണു അരവിന്ദാണ്. ഞാൻ വിഷ്ണു അരവിന്ദിന്റെ 1-2 ആർട്ടിക്കിൾ എടുത്ത് വിമർശിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ വിഷയത്തിലോ നമ്മുടെ എമ്പുരാന്റെ വിഷയത്തിലോ ആണ്. ഈ വിഷയത്തിൽ ഡോക്ടർ വിഷ്ണു അരവിന്ദ് പറയുന്നതാണ് ശരി. ഇത് സമ്മതിച്ചു കൊടുക്കാൻ നമ്മൾ മടി കാണിക്കണ്ട. ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ശരി. അപ്പോ നമ്മുടെ RSSുമായി ബന്ധപ്പെട്ട സംഘടനകൾ അതിനെതിരെ പ്രതിഷേധം അടക്കമുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ പോകണമെന്ന് എനിക്ക് സംശയമാണ്. ഓൾറെഡി ഇപ്പം പോലീസ്, ചേർത്തല പോലീസ് അർഷാദ് എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെഹർ മന്തി ആൻഡ് ഗ്രിൽസ് ആണ് ചെയ്യുന്നത്. ഇതിന്റെ പിന്നിൽ അതിഭീകരമായ, ഇനി അത് അങ്ങനെ ഓവറാക്കരുത് നമ്മൾ. ഇതിന്റെ പേരിൽ അവരതിന്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫോട്ടോയും കാണിക്കുന്നില്ല. കാര്യം എന്താ, നമുക്ക് ഓരോ മതവിശ്വാസങ്ങൾക്കും ഓരോ സെൻസിറ്റിവിറ്റി ഉണ്ട്. ആ സുഹൃത്തിന്റെ വാക്കും കൂടെ നമുക്ക് കേൾക്കാം. ഇനിയും ഇവന്റെ പിന്നിൽ അതിഭീകരമായി സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന ഫണ്ടുകൾക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വിഷുദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ചെറിയ ആശംസ പോസ്റ്റർ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ തികച്ചും പുറത്തൊരാളെ കൊണ്ടാണ് പോസ്റ്റർ ചെയ്യിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് ഉണ്ടാകുന്ന രീതിയിൽ ആ ഒരു ചെറിയൊരു മനസ്സിന് ചെറിയൊരു വിഷമം ഉണ്ടായെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. തികച്ചും നമ്മുടെ അറിവോടുകൂടി ചെയ്തതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ആ പോസ്റ്റർ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞങ്ങൾ എന്നാൽ അത് മാറ്റുകയും പകരം നല്ല രീതിയിലുള്ള ഒരു ആശംസ പോസ്റ്ററാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ആ പോസ്റ്റർ, വിവാദപരമായ പോസ്റ്റർ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയയിലും ഒന്നും ഞങ്ങൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ അതെല്ലാം ഒഴിവാക്കിയതാണ്, തടസ്സപ്പെടുത്തിയതാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും മാന്യമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കുണ്ടായ ആ മാനേജ്മെന്റ് ടീം നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. എല്ലാവരും സഹകരിക്കുക. ഇത്രേ ഉള്ളൂ. അതിന്റെ താഴെ പോലും പോസ്റ്റ് ഉണ്ട്. ഞാൻ ആ പോസ്റ്റ് ഇടുന്ന പോലും ഇല്ല. അപ്പോ യഥാർത്ഥത്തിൽ മാപ്പ് പറഞ്ഞു. ആ സഹോദരന് നമ്മുടെ വിഷയം മനസ്സിലായി, നമ്മുടെ വിഷമം മനസ്സിലായി. ആ സഹോദരൻ അത് പിൻവലിച്ചു, മാപ്പ് പറഞ്ഞു. ഇനി ഇതിന്റെ പിന്നിൽ അതിഭീകരമായ സൗദി അറേബ്യൻ ഗൂഢാലോചന, ക്രീപ്പ് ചെയ്യുന്നതെന്നൊന്നും പറഞ്ഞു വരണ്ട. കേരളത്തിന്റെ മന്തിവൽക്കരണം ശ്രീകൃഷ്ണനിലൂടെ പ്രയോഗിക്കുന്നു എന്നും പറഞ്ഞു വരണ്ട. അവര് മാപ്പ് പറഞ്ഞു, നല്ലതാണ്. ആ തെറ്റാണ് ശ്രീകൃഷ്ണന്റെ ആ വിഷയത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ശ്രീകൃഷ്ണന്റെ പോസ്റ്റ് തെറ്റാണെന്ന് മാത്രമല്ല, ആ തെറ്റാണെന്ന് എനിക്ക് തമ്പനയിൽ കൊടുക്കായിരുന്നു. പകരം അത് മാത്രമല്ല, RSS ആണ് ആ വിഷയത്തിൽ ശരിയെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന്റെ കാര്യം, അവർ ശരി പറയുമ്പോൾ, RSS ശരി പറയുമ്പോൾ അതിനെ ആ ശരി അംഗീകരിക്കാൻ നമ്മൾ മടി കാണിക്കേണ്ട വിഷയമൊന്നുമില്ല. മഹാത്മാഗാന്ധിക്ക് എന്നും, ഗാന്ധിയന്മാർക്കും ഗാന്ധിജിക്കും എന്നുള്ള ആറ്റിറ്റ്യൂഡ്, RSS ഹിന്ദുക്കൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക, കൈയടിക്കുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മുസ്ലിം സമൂഹത്തോടൊപ്പമുള്ള ഇസ്ലാമോഫോബിയയും വിദ്വേഷവും വേണ്ടാന്ന് വെക്കുക. ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വിഷയത്തിൽ RSS ആണ് ശരി. സംഘത്തിന് വേണ്ടി എഴുതിയ ഡോക്ടർ വിഷ്ണു അടക്കമുള്ളവരെ അഭിനന്ദിക്കുന്നു. ശ്രീകൃഷ്ണൻ നോജിറ്റേറിയനല്ല. നമ്മൾ ക്രിസ്മസും ഓണവും വിഷുവും നബിദിനവും എല്ലാത്തിലും അതിന്റെ സെൻസിറ്റിവിറ്റികളെ ആദരിച്ചുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വിഷു ആശംസ.